ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രതീഷ് എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് രതീഷ്. എനിക്ക് 29 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. അറേഞ്ച്ഡ് മാരേജാണ്. ഞാനൊരു റെപ്യൂട്ടഡ് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. വൈഫ് ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു പെൺകുട്ടിയാണ്. ഒരു വീട്ടിലെ 2 പെൺമക്കളിൽ മൂത്തവളാണ് എൻ്റെ ഭാര്യ. അവൾക്ക് അടക്കവും ഒതുക്കവും സൗന്ദര്യവും ഒക്കെയുണ്ട്. അമ്മായിമ്മയും അനിയത്തിയും കാണാൻ സൗന്ദര്യമുള്ളവരാണ്. പക്ഷേ അമ്മായിച്ചൻ നല്ലൊരു പൗരുഷമുള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന് സ്ഥിരം ജോലിയൊക്കെ ഉണ്ട്, സമ്പത്തുമുണ്ട്. എന്നാലും അമ്മായിമ്മയാണ് അവിടെ മികച്ചു നിൽക്കുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ വൈഫിനോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, പണ്ട് എങ്ങനെയാണ് അമ്മ പറഞ്ഞതെല്ലാം അച്ഛനനുസരിക്കും. പിന്നെ കുറച്ചെങ്കിലും റിബലായി നിൽക്കുന്നത് എൻ്റെ അനിയത്തി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം അമ്മയെ പേടിയാണെന്ന് പറഞ്ഞു. എന്നാലും എന്നോട് അമ്മായിമ്മയ്ക്ക് വലിയ കാര്യമാണ്. ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിത്തരും. ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടാണെന്ന് എൻ്റെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ ചെറുപ്പമായിരിക്കാൻ എപ്പോഴും ശ്രമിക്കുന്നൊരു സ്ത്രീയാണ്. ഭർത്താവുമായിട്ട് അത്ര നല്ല ഒരു ബന്ധം അവർക്കുണ്ടെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. എങ്കിലും പുറത്തൊക്കെ പോകുമ്പോഴും എല്ലാം അവർ വളരെ ഉത്സാഹവതിയാണ്. ഒത്തിരി ഫ്രണ്ട്സുണ്ട്. എപ്പോഴും കോളുകൾ വരും. അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. അവർ ഒരു സജീവമായ അഗ്നിപർവ്വതമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അവരെക്കുറിച്ച് അങ്ങനെ തെറ്റ് എൻ്റെ ഭാര്യയോട് പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ മനസ്സിൽ മാത്രം ഇത്തരം ചിന്തകളിരുന്നു. എങ്കിലും അവർക്ക് എന്തൊക്കെയോ ചില മിസ്റ്റേക്കുകളും ദുരൂഹതകളും ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതിലേക്ക് ചെയ്യാൻ പോകാതെ അവരുടെ മകളെ കെട്ടി സന്തോഷമായി കഴിയാം എന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴായിരുന്നു അനീത്തിയുടെ കല്യാണം. അവളെ കല്യാണം കഴിച്ചത് ആ വീടിന് ഏകദേശം ഒരു 5 കിലോമീറ്റർ അകലെയാണ്. ഞങ്ങളവിടെ ചേരാൻ എന്തായാലും 1/4 മണിക്കൂർ എടുക്കും. അവർക്കാണെങ്കിൽ 5-10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. എൻ്റെ ഭാര്യയുടെ അനിയത്തി സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്. അമ്മായിമ്മയ്ക്ക് അത്ര ഇഷ്ടമൊന്നുമില്ലായിരുന്നു. പിന്നെ അവളുടെ പിടിവാശിക്ക് അങ്ങ് സമ്മതിക്കുകയായിരുന്നു. പിന്നീട് വലിയ കുഴപ്പമൊന്നുമില്ല. അടുത്തവരുള്ളത് കൊണ്ട് ഞങ്ങൾ പിന്നീട് പോകുന്നത് കുറഞ്ഞു. മിക്കവാറും ആഴ്ചയിൽ ഒരിക്കൽ പോയാലായി, അത്രയേ ഉള്ളൂ. മാസത്തിൽ ഒരു 3-4 തവണ പോകും. അല്ലെങ്കിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് പോയി അവിടെ നിൽക്കുമായിരുന്നു. എന്തായാലും ആ സമയത്ത് എന്നോടും ഒക്കെ ഒരു അകൽച്ച അമ്മായിമ്മയ്ക്കുണ്ടായിരുന്നു. ഇതെല്ലാം മാറിയത് ഏകദേശം ഒരു 8 മാസത്തിന് മുമ്പാണ്. ഒരു ദിവസം അമ്മായിമ്മനെ വിളിപ്പിച്ചു. അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നെ അകത്ത് കൊണ്ടുപോയിട്ട് അവിടെ ആരുമില്ലാത്ത സമയമായിരുന്നത് കൊണ്ട് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി. അവർക്ക് കുട്ടികളില്ല. 2 പേരെയും ഡോക്ടറെ കാണിച്ചു, പരിശോധിച്ചു. പക്ഷേ ഇളയ മരുമകന് വളരെ വലിയ പ്രശ്നങ്ങളുണ്ടെന്നും കൗണ്ടെന്ന് പറഞ്ഞത് തീരെ കുറവാണ്. ഒരു രീതിയിൽ മരുന്ന് കൊടുത്തിട്ട് രക്ഷിച്ചെടുക്കാനും പറ്റുന്നില്ല എന്ന് അമ്മായിമ്മ എന്നോട് പറഞ്ഞു. അവർ ചികിത്സയിലാണെന്ന് എനിക്കറിയാമായിരുന്നു. കുത്തി ചോദിക്കാനൊന്നും ഞാനും ഭാര്യയും പോയിട്ടില്ല. ഞങ്ങൾക്ക് ഒരു കുട്ടിയുണ്ട്. 2ാമത്തെ കുട്ടി ഇപ്പോഴേ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. ഇനി വേണമെന്ന് സംശയമുണ്ട്. കാര്യം ഭാര്യയ്ക്ക് പ്രസവിക്കാനൊക്കെ ഇത്തിരി പേടിയാണ്. ഒരു കുട്ടിയായിരുന്നാലും ഓക്കെ എന്നുള്ള രീതിയിലാണ്. പിന്നെ അമ്മ പറഞ്ഞതൊക്കെ ഞാൻ തലയാട്ടി കേട്ടു. അല്ലമ്മ, ഇത്രയും വിളിച്ചത് പറയാൻ നമുക്കറിയാവുന്ന കാര്യം തന്നെയല്ലേ. ആ ചികിത്സ കൊണ്ട് ഇനി ഗുണമില്ലെങ്കിൽ അടുത്ത പടി എന്താണെന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, എടാ, ഡോക്ടർ പറഞ്ഞു വേറെ ആരുടെയെങ്കിലും സ്വീകരിച്ചിട്ട് ഒരു കുട്ടി നമുക്കുണ്ടാകാം. അതിൽ നല്ല ആരോഗ്യമുള്ള ആരുടെയെങ്കിലും ഒന്ന് വേണം. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓർത്തത് നീ അങ്ങ് കൊടുത്താൽ മതിയല്ലോ. എന്തായാലും നീ ഇവിടുത്തെ മരുമകനല്ലേ. ആ ഒരു കുട്ടി അവർക്കുണ്ടായി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞ അമ്മ അതൊന്നും ശരിയാകില്ല. കാര്യം അത് പിന്നീട് അനിയന് വല്ലാത്ത അപകർഷതാബോധം ഉണ്ടാകാൻ കാരണമാകും. പിന്നെ ആ കുട്ടിയും ഈ കുട്ടിയെല്ലാം എൻ്റെ കുട്ടിയാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് എല്ലാവർക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ടെന്ന് അമ്മായിമ്മ പറഞ്ഞു. എടേ, അതൊന്നും ഒരു സാരമില്ല, നീ അങ്ങ് സമ്മതിച്ചാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഐഡിയ ഒട്ടും അനുകൂലിക്കുന്നില്ലെന്ന്. അത് കേട്ടതോടുകൂടി അമ്മായിമ്മ വയലൻ്റായി. ഒരു കാര്യം നിന്നോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, അപ്പോൾ നിനക്കത് കേൾക്കാൻ തയ്യാറല്ല. നീ ഒരു അഹങ്കാരിയാണ്. നിന്നെപ്പോലുള്ള ആണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. എന്താ നിനക്ക് 2ാമത്തെ കുട്ടി ഉണ്ടാകാത്തത്? ആദ്യത്തെ കൊണ്ട് തന്നെ എല്ലാം തീർന്നു പോയോ? നിനക്ക് നോക്കിക്കഴിയുമ്പോഴേക്കും അവനേക്കാൾ തദൈവയായിരിക്കും. കൗണ്ടും കാണില്ല. അല്ലെങ്കിൽ നിന്നെ കണ്ടാൽ അറിയാം അതിനുള്ള കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മായിമ്മ എന്നെ ഓരോന്നൊക്കെ പറഞ്ഞു. തിരിച്ച് ഞാനും എനിക്ക് വായി തോന്നുന്നതൊക്കെ പറഞ്ഞു
പറഞ്ഞു മാഡം. ഒരു വഴക്കുണ്ടാക്കിയിട്ടാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. എന്നാൽ ഈ സംഭവമൊന്നും ഞാൻ ഭാര്യയോട് ഷെയർ ചെയ്തില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വല്ലാത്ത മനോവിഷമമായിരിക്കും. എന്തിനാണ് അവളെ വിഷമിപ്പിക്കുന്നത്? അതുകൊണ്ട് ഞാനത് മനസ്സിൽ സൂക്ഷിച്ചു. എങ്കിലും ഞാൻ അങ്ങോട്ട് പോകുന്നത് നിർത്തണം എന്നുള്ള മെൻറ്റാലിറ്റി ആയിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ അടുത്ത ആഴ്ച തന്നെ ഭാര്യയുടെ നിർബന്ധപ്രകാരം എനിക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അമ്മായിമ്മ വളരെ നോർമലായിട്ട് പെരുമാറി. ഈ വഴക്കൊന്നും ഉണ്ടാക്കാത്ത പോലെയായിരുന്നു അവളുടെ പെരുമാറ്റം. അവൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴേക്കും എന്നെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, അന്ന് നിന്നോട് വഴക്കുണ്ടാക്കിയത് തെറ്റായിപ്പോയി. എനിക്കറിയാം ഒരമ്മയുടെ സാർത്ഥതയാണ്. എനിക്കറിയില്ല, എൻ്റെ മോള് ഇളയ മോളോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അവളുടെ നിർബന്ധങ്ങൾക്കെല്ലാം ഞാൻ കൂട്ടുനിൽക്കും. ഇപ്പോൾ ഇങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും എന്താ ചെയ്യുക? വെള്ളയിടത്തെ ചെക്കന്മാരുടെ എന്തെങ്കിലും സ്വീകരിച്ച് ഒരു കുട്ടിയെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനമില്ല. എനിക്കത് ഇഷ്ടമല്ല. ആ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞു അവിടെ നല്ല നല്ല ആൾക്കാരുടെ എല്ലാം ഉണ്ടെന്ന്. പക്ഷേ എനിക്ക് വേണ്ട, എനിക്കത് ഇഷ്ടമല്ലടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? അവരുടെ കുട്ടി അവരെങ്ങനെയെങ്കിലും വളർത്തിക്കോളും. ഡോക്ടർമാർ അത് ശരിയാക്കി കൊടുത്തോളും. അമ്മ അതിൻ്റെ പുറകെ നടക്കണ്ട എന്ന് പറഞ്ഞു. ഓ, എന്നാലും ഈ പദ്ധതി എൻ്റെ മോൾക്കും ഇഷ്ടമല്ല, മരുമകനും ഇഷ്ടമല്ല. അവനാണെങ്കിൽ അതൊക്കെ മനപ്രയാസം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു, ഇതിപ്പം ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഇപ്പോൾ ഞാനാണെങ്കിലും അവന് അപകർഷതാബോധമല്ലേ ഉണ്ടാകുകയുള്ളൂ. അത് അവനോട് പറയാതെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാനായിരുന്നു. ഇതിപ്പം ഇങ്ങനൊരു ഐഡിയ ഇല്ലെങ്കിൽ, അവർക്ക് സമ്മതമല്ലെങ്കിൽ ആരുടേതാണെങ്കിലും എങ്ങനെ നടക്കുക അമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറയുകയാണ്, എന്ത് ചെയ്യാനാണ്, ഞാനൊരു ഐഡിയ ഇട്ടെന്നേ ഉള്ളൂ. അത് പരാജയപ്പെട്ടപ്പോൾ നിന്നോട് ദേഷ്യപ്പെട്ടു. ഞാൻ ഓർക്കുകയാണ്, എന്ത് നല്ല ഫീച്ചേഴ്സ് ഉള്ളൊരു ചെക്കനാണ്. അവൻ്റെ എടുപ്പും നടപ്പും കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പറയില്ല കൗണ്ടൊക്കെ കുറവാണെന്നും. കണ്ടാൽ തന്നെ നമുക്ക് വലിയ ഇമ്പ്രഷൻ തോന്നും. പേടിച്ചു പോകും മോനെ. അതുമാത്രമല്ല, അവനില്ലേ ശരിക്കും നല്ല ഇൻട്രസ്റ്റ് ഉള്ളവനാണ്. അവനെങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഈ ആണുങ്ങളുടെ കാര്യം എന്ന് പറയുമ്പോഴേക്കും വ്യത്യസ്തമാണ്. ഇപ്പം നോക്ക്, എൻ്റെ ഭർത്താവ് സ്ലോ ആയിട്ടൊരു പഴമഴുകിയായിരുന്നു. പക്ഷേ കുട്ടികൾ ചെറുപറാന്ന് രണ്ടെണ്ണം ഉണ്ടായി. ഇതാകുമ്പോഴേ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, കാര്യങ്ങളൊക്കെ. പക്ഷേ കുട്ടികൾ ഉണ്ടാകുന്നില്ല. പ്രകൃതിയുടെ വികൃതി വല്ലാത്ത തന്നെയെന്ന് ഞാനിപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞപ്പോൾ അമ്മായിമ്മയോട് ചോദിച്ചു, അല്ലമ്മ, ഇത്ര വർണ്ണിക്കാൻ അവൻ ഇത്ര നല്ല ഫീച്ചേഴ്സ് ഉണ്ടെന്നും ഊർജ്ജസ്വലനാണെന്നും കണ്ടാൽ ഒന്നും മനസ്സിലാകില്ലെന്നും അതാണെന്നും ഇതാണെന്നും ഒക്കെ അമ്മയ്ക്ക് എങ്ങനെ അറിയാൻ കറക്റ്റായിട്ട്? അത് ഭാര്യയ്ക്കല്ലേ അറിയുള്ളൂ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ മുഖം ഇരുണ്ടു. നീ എന്നെ സംശയിക്കുകയാണോ? എന്നെ സംശയിക്കുകയാണോ? ഞാൻ അത്തരക്കാരിയല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എത്തരക്കാരിയാണെങ്കിലും ഈ പറഞ്ഞതിൽ എന്തോ ഒരു മർമ്മം ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന്. അപ്പം അമ്മായിമ്മ പറഞ്ഞു, നീ വെറുതെ കാട് കയറുകയാണ്. നാളെ നിന്നോട് വഴക്കുണ്ടാക്കിയ ചൊരിക്കിൽ നീ എന്നെ ഓരോന്നൊക്കെ പറയുകയാണെന്ന്. ഞാൻ പറഞ്ഞ അതൊന്നുമല്ല. ഇപ്പോൾ ഒരു ഭാര്യ പറഞ്ഞ പോലാണല്ലോ അമ്മ മരുമകനെ കുറിച്ച് പറഞ്ഞത്. എന്താ അമ്മയ്ക്ക് വല്ല അനുഭവം ഉണ്ടോ എന്ന് ഞാൻ തുറന്നു ചോദിച്ചു. കാര്യം ഇവർ ഇളക്കക്കാരിയാണെന്നും ഇളക്കത്തിൻ്റെ കാര്യത്തെപ്പറ്റി എനിക്കൊന്ന് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോഴല്ലേ ഗോൾ അടിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പെട്ടെന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് ഒന്ന് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എടാ, അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞു? ഞാൻ ചോദിച്ചു, ആര്? അല്ല, അനിയൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞു എന്ന്. അവൻ എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷേ കാളവാല് വെക്കുമ്പം എന്തിനാണെന്ന് എനിക്കറിയാമല്ലോ. അമ്മയുടെ ഇളക്കം ഞാൻ പണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അമ്മ കാര്യങ്ങളെല്ലാം നേരിട്ട് അടുത്ത് അറിഞ്ഞെന്നാണ്. സത്യം പറഞ്ഞാൽ അവനിപ്പോൾ 2 ഭാര്യമാരുള്ള അവസ്ഥയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചുണ്ടിൽ കൈവച്ചിട്ട് പറഞ്ഞു, നീ വെറുതെ കാട് കയറാതെ, വെറുതെ ഓരോന്ന് പറയാതിരിക്കുക. നിൻ്റെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭൂകമ്പം നടക്കും. നിനക്കറിയാമല്ലോ, അവൾ സദാചാരത്തിൽ മുങ്ങിക്കുളിച്ച് നടക്കുകയാണ്. അല്ല, അമ്മയ്ക്ക് ഇങ്ങനെ സദാചാരമുള്ളൊരു മോള് എവിടെ നിന്നുണ്ടായെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ശരിക്കും ആ അച്ഛൻ്റെ മോൾ തന്നെയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എൻ്റെ കയ്യിലടിച്ചു. വീണ്ടും നമ്മൾ തമ്മിൽ ഉടക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്നോട് പറഞ്ഞിട്ട് ഒരു ഗുണവുമില്ല. നീ ഒരു ഗുണം എനിക്ക് ഉണ്ടാക്കി തരുമെന്ന് തോന്നില്ല. നിന്നോട് ഞാൻ പിണക്കമാണ്. ഇനിയിപ്പം എൻ്റെ മോടെ മുന്നിൽ വെച്ച് അഭിനയിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, അവളോട് നീ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞേക്കരുത്. പറഞ്ഞാലും ഞാനൊന്നും സമ്മതിക്കില്ല. എനിക്കറിയില്ലെന്നേ പറയുകയുള്ളൂ. നീ എല്ലാ ഗോസിപ്പും ഉണ്ടാക്കി പറഞ്ഞെന്ന് ഞാൻ പറയും. ഇനി നാട്ടുകാരോട് നീ പറഞ്ഞെന്ന് പറഞ്ഞാലും നീ എൻ്റെ അടുത്ത് വന്നു. എന്നോട് നിനക്ക് മോഹമായിരുന്നു, ഞാൻ എതിർത്തു. അപ്പം മോഹഭംഗം കൊണ്ട് നീ ഉണ്ടാക്കിയ കഥയാണ്.
എനിക്കും ഇളയ മരുമകനും തമ്മിൽ ബന്ധമുണ്ടായി എന്നുള്ള കഥ എന്ന് ഞാൻ അടിച്ചു വിടും. പെണ്ണുങ്ങൾ പറഞ്ഞതേ ഇപ്പം ലോകം വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ ഭൂലോക കള്ളിയാണ്. അമ്മയെപ്പോലെ ഡേഞ്ചറസ് ആയുള്ള ഒരാൾ ഈ ലോകത്തില്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ കേട്ടെങ്കിലും ആരോടും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അമ്മ ഇത്രയും ദുഷ്ടത്തിൻ്റെ മനസ്സിൽ വിചാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പം അമ്മയോട് പറയാം, നിലനിൽപ്പിന് വേണ്ടിയിട്ട് മനുഷ്യൻ പല കാര്യങ്ങളും ചെയ്യും. അതൊന്നും നീ മനസ്സിലാക്കാതെ ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ ശരിയാകില്ല. ചില സ്ഥലത്ത് നമ്മൾ വളയണം, ചില സ്ഥലത്ത് നമ്മൾ ഒടിയണം, ചില സമയത്ത് നേരെ പോകണം എന്നൊക്കെ അമ്മ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ വളയുകയോ ഒടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു, ഇതിലൊന്നും ഞാൻ പങ്കാളിയല്ല, ആരോടും ഞാനായിട്ട് പറയില്ല. അമ്മയായി, അമ്മയുടെ മരുമകനായി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് സ്കൂട്ടായി. പക്ഷെ ഞാൻ ഓർക്കുകയായിരുന്നു, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അവർ. ഇങ്ങനെ സ്വന്തം മരുമകനുമായിട്ട് ടെസ്റ്റ് ചെയ്ത് അവരെല്ലാം അറിഞ്ഞു. ഇളയ മരുമകന് കുഴപ്പമുണ്ടെങ്കിലും അവന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് അമ്മായിയമ്മ അനുഭവിച്ചറിഞ്ഞു. പിന്നെ മകളുടെ ജീവിതവും അവൻ്റെ കൂടെ തന്നെ വേണം, എങ്കിലല്ലേ അംഗവും കാണാൻ പറ്റൂ, താളി ഉടിക്കാൻ പറ്റൂ. വല്ലാത്തൊരു സ്ത്രീ തന്നെ എന്നോർത്തു. എന്തായാലും എൻ്റെ ഭാര്യയ്ക്ക് ആ സ്വഭാവം കിട്ടാഞ്ഞതിൽ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് അമ്മായിമ്മ എന്നെ വിളിച്ചു, നീ ഇങ്ങോട്ട് വരണം, അത്യാവശ്യം ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഫോണിൽ പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ ഫോണിൽ പറയാൻ പറ്റുന്ന കാര്യമല്ല, നേരിൽ വരണം. ഇന്നാൾ പറഞ്ഞ കാര്യമാണെങ്കിൽ നടക്കില്ലെന്ന് പറഞ്ഞു. അതൊന്നും അല്ല, വേറെ കാര്യങ്ങളാണ്, ഫാമിലിയിൽ വേറെ വിഷയം ഉണ്ടാകില്ലേ, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു. അങ്ങനെയാണ് ഭാര്യ അറിയാതെ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെന്നു. മാഡം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അനിയത്തിയുമുണ്ട് അമ്മയുമുണ്ട്. രണ്ടുപേരും കൂടെ മേശ അവിടെ ഇരുന്നിട്ട് എന്നോട് സംസാരിക്കുകയാണ്. അപ്പോൾ അമ്മായിമ്മ എടുത്തടിച്ച പോലെ പറയുകയാണ്, ഇന്നാൾ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞല്ലോ, അപ്പം ഡോക്ടർമാരടുത്ത് പോയി അത് കൊടുത്ത് കാര്യങ്ങൾ നേടിയെടുക്കുക. അതെന്ന് പറയുമ്പോഴേക്കും ശരിയാ, നീ പറഞ്ഞതുപോലെ വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന ഒരു വഴിയാണ്, എല്ലാവർക്കും അറിയുകയും ചെയ്യാം, മരുമകനും അറിയും. അത് ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാക്കും. എന്തിനാണ് അത്തരം വലിയ വലിയ വഴികളിലേക്ക് പോകുന്നത്? ഇതിപ്പം ഡയറക്റ്റ് നീയും ഇവളിവിടെ ഇല്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചങ്ങ് ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഈസി ആകില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അമ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പച്ചവെള്ളം പോലെ ഞാൻ പറഞ്ഞിട്ടും നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പോഴേക്കും അനിയത്തി എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ആലോചിച്ചിട്ട് അത് മാത്രമേ ഒരു വഴിയുള്ളൂ. ചേട്ടനാകുമ്പോൾ എനിക്ക് പ്രശ്നവുമില്ല, അമ്മയ്ക്ക് പ്രശ്നമില്ല. പിന്നെ ഹസ്ബൻഡ് അങ്ങേരെ അറിയണ്ട, അങ്ങേർക്ക് പരിതാപകരമായ അവസ്ഥയാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഫീലിങ്സ് ആയിരിക്കുകയാണ്. മരുന്നൊക്കെ കഴിച്ച് ശരിയാകുമെന്ന് ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഇപ്പോഴുമുണ്ട്. പക്ഷേ അതൊന്നും ശരിയായില്ല ചേട്ടാ. ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്, ഇനി എത്ര ചികിത്സിച്ചാലും കൃത്രിമമായ എന്തെങ്കിലും മാർഗങ്ങൾ നോക്കിയേ പറ്റൂന്ന്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അതിന് സമ്മതിക്കില്ല. ആ സമയത്താണ് അമ്മ എന്നോട് ഈ ഐഡിയ പറഞ്ഞത്. എനിക്ക് ഒരു പ്രശ്നമില്ല, ചേട്ടനാകുമ്പോൾ ചേട്ടനോട് എനിക്ക് പണ്ടേ ഇഷ്ടവുമുണ്ട്, കാര്യങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകും, മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല. ചേച്ചിയോ മറ്റാരും ഇതറിയേണ്ട കാര്യമില്ല, നമ്മൾ 3 പേരും മാത്രം. ഇത് ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാതെ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൾ എന്നോട് ചേർന്ന് നിന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, എൻ്റെ ഭാര്യ നല്ലവളാണ്, അവളെ വഞ്ചിക്കാൻ പറ്റില്ലെന്ന്. അപ്പോഴേക്കും അമ്മായിയമ്മ എന്നോട് ചേർന്ന് നിന്ന് പറഞ്ഞു, എടാ മോനെ, ഒരു പ്രശ്നവുമില്ല, പ്ലീസ്. ഈ കുടുംബത്തിൻ്റെ വലിയൊരു പ്രശ്നമാണ്, നീ മൂത്ത മരുമകനാണ്, നീ ഞങ്ങളെ സഹായിക്കണം, നിൻ്റെ അനിയത്തിയെ സഹായിക്കണം. ഛേദമില്ലാത്തൊരു ഉപകാരമാണ്. നിൻ്റെ ഭാര്യയേക്കാൾ സൗന്ദര്യവും ചെറുപ്പമാണ് നിൻ്റെ അനിയത്തി, അവൾക്ക് നിന്നോട് ഇഷ്ടവുമുണ്ട്. ഇതിപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവത്തോടുകൂടി ആകുമ്പോഴേക്കും നിനക്കെന്താണ് രസിച്ചാൽ നിൻ്റെ ഭാര്യയെ മാത്രം നോക്കുന്ന ടൈപ്പാണ് നീ എന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കും നല്ല ഇളക്കമുണ്ട്. നീ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എന്നെ കോർത്തു വലിക്കുന്ന നോട്ടങ്ങൾ നോക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. എടാ, ആണൊന്ന് ഇളകിക്കഴിഞ്ഞാൽ എനിക്ക് നന്നായി മനസ്സിലാകുന്ന ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, അമ്മ തോന്നിയ ദിവസം പറയരുത്, ഞാൻ അമ്മയെ അങ്ങനെ നോക്കിയിട്ടില്ലെന്ന്. എടാ, ഇതെല്ലാം എനിക്കറിയാം. എല്ലാവരുടെയും മനസ്സിൽ പലവിധ വ്യത്യസ്തമായ ആഗ്രഹങ്ങളുണ്ട്. ഇതിപ്പം എല്ലാം ഓക്കെ ആയി വരുമ്പോഴേക്കും മസിൽ പിടിച്ച മോനെ ഉള്ളതും കൂടെ പോകും. നീ ഇല്ലെങ്കിൽ വേറൊരാൾ. ഞാൻ നിന്നോട് പറഞ്ഞത് നീ എനിക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ്. കുറച്ചൊക്കെ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമെന്ന് എനിക്ക് തോന്നി. ഒരു വിശ്വസ്തത ഉള്ളതുകൊണ്ട് നിന്നോട് പറഞ്ഞു. നീ എൻ്റെ രഹസ്യങ്ങൾ പുറത്തു പറയില്ലെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ എൻ്റെ മോളുടെ കാര്യം പറയില്ല. ഈ കുടുംബത്തിന് എതിരായിട്ട് നീ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത്. ശരി, നീ സമ്മതിച്ചില്ലെങ്കിൽ ഈ നാട്ടിൽ വേറെ നല്ല അംഗൊച്ചങ്ങളുണ്ട്, അവർക്കാകും അവസരം പോവുക.
പുറത്തുള്ളവർ ഇവിടെ വന്ന് മേയണോ അതോ വീട്ടിലുള്ള നീ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണോ എന്ന് നീ തീരുമാനിക്കുക എന്ന് പറഞ്ഞ് അമ്മയും അനിയത്തിയും കൂടി എന്നെ നോക്കിയിരുന്നു. എൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. രണ്ടുപേരും ഒരുമ്പിട്ടിറങ്ങിയതാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കൊരു ഉത്തരമില്ലായിരുന്നു. ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, ഇത് നീയായിട്ട് ഏറ്റെടുക്കുന്നതാണ് നല്ലത്. നമുക്ക് ആർക്കും ഒരു പ്രശ്നം വരില്ല. അല്ലെങ്കിൽ കുടുംബത്തിന് പേരുദോഷം മാത്രമേ ഉണ്ടാകൂ. ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോയെന്നും വരും. ഞാൻ പറഞ്ഞമ്മേ, എനിക്കിതൊക്കെ തുടങ്ങി വെക്കാൻ വലിയ പ്രയാസമാണ്. എനിക്ക് എൻ്റെ ഭാര്യയല്ലാതെ വേറെ അങ്ങനെയൊന്നുമില്ലെന്ന്. അപ്പം അമ്മ പറഞ്ഞു, വേറെ ഒന്നുമില്ലല്ലോ, പക്ഷേ നിൻ്റെ ഉള്ളിൽ നിനക്ക് ആഗ്രഹങ്ങളില്ലേ? ആഗ്രഹങ്ങൾ സഫലമാകാൻ വേണ്ടി പ്രയത്നിക്കുക. ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ആഗ്രഹങ്ങൾ നടക്കും, മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ നടക്കും. അതുകൊണ്ട് മോനെ, നീ ഗോതയിൽ ഗതയും കൊണ്ട് ഇറങ്ങിയേ പറ്റൂന്ന് അമ്മായിമ്മ പറഞ്ഞു. ശരിയാവില്ലെന്ന് പറഞ്ഞെങ്കിലും അമ്മായിമ്മ എൻ്റെ അടുത്ത് വന്നിരുന്ന് എൻ്റെ തലയിലും തോളിലും ഒക്കെ തഴുകി. അനിയത്തി പറഞ്ഞു, സേഫാണ്, എനിക്കിഷ്ടമാണ്. ഇഷ്ടമുള്ളപ്പോൾ കാര്യങ്ങൾ നന്നായി വർക്കൗട്ടാകും ചേട്ടാ എന്ന് പറഞ്ഞ് അവളും കറക്റ്റായിട്ട് എന്നോട് ചേർന്നിരുന്നു. അടുത്ത 4 ദിവസം എനിക്ക് പറ്റിയ ദിവസമാണ്. പ്ലീസ്, ഡോക്ടർ പറഞ്ഞ ദിവസങ്ങളാണ്. അതുകൊണ്ട് ചേട്ടൻ ഇന്ന് തന്നെ പദത്തിലേക്ക് ഇറങ്ങി ഭ്രമണം നടത്തിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് സ്ട്രെസ്സായിരുന്നു. എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, നിൻ്റെ സ്ട്രെസ്സ് ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് പോയി പാലിനകത്ത് എന്തോ ഒരു പൊടി കലക്കി തന്നു. ഞാൻ ചോദിച്ചു, ഇതെന്താ, എന്നെ എന്തെങ്കിലും ചെയ്യാനുള്ളതാണെന്ന്. അപ്പോൾ അമ്മയമ്മ പറഞ്ഞു, ഇത് കഴിച്ചിട്ട് നിനക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു, അല്ലെങ്കിൽ നീ അങ്ങ് സഹിച്ചു. എൻ്റെ മോളെ വിധവയാകുകയാണെങ്കിൽ ഞാൻ അവളെ നോക്കിക്കോളാം, നിൻ്റെ കുഞ്ഞിനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ കുടിപ്പിച്ചു. വെയിറ്റ് ചെയ്യടാ, ഒരു 30 മിനിറ്റ് കഴിയട്ടെ, 1 മണിക്കൂർ, അപ്പോഴേക്കും കാര്യങ്ങൾ റെഡിയാകുമെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് അമ്മായിമ്മ പഴയ കഥകളും പഞ്ചാര വർത്തമാനങ്ങളും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ പുള്ളിക്കാരിയാണ് ചൈനീസ് മസാജ് പോലെ ചില മുറകൾ എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിലെ ടെൻഷൻ മാറി, റിലാക്സ്ഡായി. എന്തൊക്കെയോ ഉൾചലനങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ അവളോട് അമ്മ പറയുകയാണ്, മോളെ, ഇപ്പോൾ ഇവൻ റെഡിയായെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചു, അമ്മേ, ഇതൊക്കെ എന്താണ്, വല്ല സൈഡ് എഫക്ട്സും ഉണ്ടോയെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, പ്യുവർ ആയുർവേദമാടാ, ഇവിടെ ഒരു ആയുർവേദ ഡോക്ടർ തന്നതാണ്. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ല സ്റ്റാമിന ഉണ്ടാകും, അല്ലാതെ ഒരു പ്രശ്നവുമില്ല. ഇത് വളരെ എഫക്റ്റീവാണ് എന്ന് പറഞ്ഞിട്ടാണ് അമ്മ എന്നെ സമാധാനിപ്പിച്ചത്. അല്ല, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മായും പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഭർത്താവിന് വരെ കലക്കി കൊടുക്കാറുണ്ട്, ഇവളും കൊടുക്കാറുണ്ട്. വർഷങ്ങളായി ഞങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നാണ്, നീ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അമ്മായിമ്മ എന്നെ സമാധാനിപ്പിച്ചു. പക്ഷേ ആ മരുന്ന് എന്താണെന്ന് എനിക്കറിയില്ല മാഡം, അതിന് നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അനിയത്തി പറഞ്ഞു, ചേട്ടാ, ഭ്രമണപഥത്തിലേക്ക് ഇറങ്ങാമെന്ന്. ആ സമയത്ത് എന്താണെന്നറിയില്ല, അമ്മായിമ്മ ഒരു കാറ്റലിസ്റ്റ് പോലെ പ്രവർത്തിച്ചതുകൊണ്ട് എനിക്ക് ഒരു പാവയെപ്പോലെ അവളുടെ അടുത്ത് ചെല്ലേണ്ടി വന്നു. ആദ്യത്തേത് വെറും യാദൃച്ഛികവും യാന്ത്രികവുമായ ഒരു പ്രവൃത്തി മാത്രമായിരുന്നു. ഭ്രമണപഥത്തിൽ ഇറങ്ങിക്കറങ്ങി മഴ പെയ്യിപ്പിക്കുക എന്നുള്ള മേഘത്തിൻ്റെ കർമ്മം മാത്രമായിരുന്നു എനിക്കവിടെ നടത്താനുണ്ടായിരുന്നത്. അത് എന്തായാലും എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി. പക്ഷേ അടുത്ത 4 ദിവസം കൂടി ഞാൻ ഭ്രമണപഥത്തിൽ കർമ്മനിരതനായിരിക്കണമെന്ന് അമ്മായിമ്മ ആജ്ഞാപിച്ചു. ആ ആഴ്ച അങ്ങനെ കടന്നുപോയി മാഡം. പിന്നീട് സ്ഥിരമായി കഴിഞ്ഞപ്പോഴേക്കും എനിക്കെന്തോ അനിയത്തിയുമായി നല്ല സിങ്കായി. അതിനിടയ്ക്ക് അമ്മായിമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ ഇളയ മകളും മൂത്ത മകളും നിന്നോട് ചേർന്ന് നിൽക്കുമെങ്കിൽ ഞാൻ എന്തിനാണ് പിന്നോട്ട് മാറുന്നത് എന്ന് പറഞ്ഞ് ഒരു ദിവസം അമ്മായിമ്മയും എന്നെ കൈകൊണ്ട് മാടി വിളിച്ചു. ആ സമയത്ത് മരുന്നിൻ്റെ ഇഫക്റ്റ് ആയതുകൊണ്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റിയില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ അറിയാതെ അമ്മായിയമ്മയ്ക്കും അനിയത്തിക്കും വേണ്ടി ഞാൻ പലപ്പോഴും അവിടെ ചെന്നു. അമ്മായിയമ്മയ്ക്ക് എന്നോട് അത്ര വലിയ താല്പര്യമില്ല, പക്ഷേ എന്നെ കുരുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ മറ്റോ ആണ്. ഇടയ്ക്കിടയ്ക്ക് മനഃപൂർവ്വം ഒരു അവസരം സൃഷ്ടിക്കും. എനിക്ക് തോന്നുന്നത് അവളുടെ ഭർത്താവുമായുള്ള ബന്ധം അറിയാതിരിക്കാനായിരിക്കും എന്ന് തോന്നുന്നു. എങ്കിലും
ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ചില ദിവസങ്ങളിൽ കുറേയധികം നാൾ പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. ഇപ്പോൾ അത് സക്സസ് ആണ്. അനിയത്തി സന്തോഷവതിയാണ്, അനിയനും സന്തോഷവാനാണ്. അവൻ ഓർത്തിരിക്കുന്നത് അവൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്നാണ്. അങ്ങനെ സന്തോഷം തിരിതല്ലുകയാണ് ഈ വീട്ടിൽ. അമ്മായിമ്മയ്ക്കും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അനിയത്തിയും അമ്മായിമ്മയും എന്നെ അധികം മൈൻഡ് ചെയ്യാറില്ല, വിളിക്കാറില്ല. അവരുടെ കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നെ കാണുമ്പോഴേക്കും എന്തോ വെറുപ്പ് പോലെയാണ്. പണ്ടുണ്ടായിരുന്ന പഞ്ചാര വർത്തമാനങ്ങളൊന്നുമില്ല. എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുകയാണ് മാഡം. എനിക്ക് നല്ല മനപ്രയാസമുണ്ട്. കാര്യം ഇതറിയുന്നതിന് മുമ്പ് വരെ നല്ല സ്നേഹമായിരുന്നു, നല്ല രഹസ്യം പറച്ചിലായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇതറിഞ്ഞു കഴിഞ്ഞതിൽ പിന്നെ അമ്മയും അനിയത്തിയും എന്നെ ഉപേക്ഷിച്ചതുപോലെയാണ്. ഭാര്യയുടെ അടുത്ത് നിന്ന് എനിക്ക് സ്നേഹം കിട്ടുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് ശരിക്കും ഇപ്പോൾ കുറ്റബോധം കൊണ്ട് നേറുകയാണ്. എടുത്തുചാട്ടമായി പോയി എന്നെനിക്കറിയാം. എങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു രീതിയിലും അമ്മയും അനിയത്തിയും എനിക്ക് പിടിതരുന്നില്ല. ജസ്റ്റ് ഫോർമൽ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. ഇത്രയും വലിയ കള്ളികളാണ് അവരെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മാഡം. എൻ്റെ ഹൃദയം വേദനിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് പറയുന്നത്, ഓരോരുത്തരും അവനവൻ്റെ സ്ഥാനത്ത് ഇരിക്കണം. പുന്നല് കണ്ട എലിയെ പോലെ കണ്ടെടുത്ത് കതിരാട്ടാൻ പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കതിരും കാണില്ല, പതിരും കാണില്ല, എലിയും കാണില്ല, മാളവും കാണില്ല. അവർക്ക് രണ്ടുപേർക്കും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. നിങ്ങളുടെ അമ്മായിയമ്മ എത്രത്തോളം തന്ത്രവതിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അവർ കാണിച്ച ഒരു തന്ത്രം അത്രയേ ഉള്ളൂ. എവിടെ വേണം എവിടെ വേണ്ട എന്നുള്ളത് അവർക്കറിയാം. എങ്ങനെ കുരുക്കണം എങ്ങനെ കുരു കഴിക്കണം എന്നുള്ളത് അവർക്കറിയാം. അവർ രണ്ടുപേരും കൂടെ, അമ്മയും അനിയത്തിയും കൂടെ കാണിച്ച ഒരു തന്ത്രമാണ്. നിങ്ങളതിൽ പെട്ടുപോയി. പക്ഷേ അത് അവർ പിന്നെ മാനേജ് ചെയ്തു. കാര്യം അവർക്ക് ലക്ഷ്യം നേടിക്കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെ അവോയ്ഡ് ചെയ്തു. കാര്യം അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെല്ലുകയോ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ച് അവരത് കട്ട് ചെയ്തു. നോർമലി പെരുമാറാൻ തുടങ്ങി. അവർക്ക് ഒന്നും അറിയില്ലെന്ന് ഭാവിച്ചു. ഒരു കണക്കിന് നോക്കുമ്പോഴേക്കും നിങ്ങൾ ഇത്രയും വലിയ സെൻറ്റിമെൻറ്റ്സ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അവർക്കൊരു തന്ത്രമുണ്ടായിരുന്നു, അതിൽ നിങ്ങൾ ചെന്നുവിട്ടു. പക്ഷേ അത് നല്ലൊരു പ്രവൃത്തിയല്ലെന്ന് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും നിങ്ങൾ അതിലേക്ക് പോയി. അപ്പം നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഇപ്പോൾ അത് പ്രശ്നമാകാതെ അവർ തന്നെ ഒഴിഞ്ഞു മാറിപ്പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് ചെന്ന് പ്രേമമാണ്, സ്നേഹമാണ്, അട്രാക്ഷനാണ് എന്ന് പറഞ്ഞ് അവരുടെ തലയിൽ കയറേണ്ട കാര്യമില്ല. അവരായിട്ട് ഒഴിഞ്ഞു പോയി. നിങ്ങളും തലയിലെ തലവേദന ഒഴിഞ്ഞു എന്നുള്ള മട്ടിൽ നല്ല രീതിയിൽ ചിരിച്ചു നിൽക്കുന്നതാണ് നല്ലത്. അതല്ലാതെ കയറി അങ്ങോട്ട് ചെന്ന് പിന്നെയും കോംപ്ലിക്കേഷൻസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതത്തിനും ഒക്കെ പ്രശ്നം ഉണ്ടാകും, സാമൂഹിക ജീവിതത്തിനും പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അവരൊതുങ്ങെങ്കിൽ നിങ്ങൾ ഒതുങ്ങുക. രണ്ടു കൂട്ടരും കാണിച്ചത് കള്ളത്തരമാണ്. ഇവിടെ നിശബ്ദത പാലിച്ച് അവരെ അവരുടെ പാട്ടിന് വിടുന്നതാണ് ഏറ്റവും നല്ലത്. ബാക്കിയുള്ള കാര്യങ്ങൾ സെൻറ്റിമെൻറ്റ്സിൽ ആലോചിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. സെൻറ്റിമെൻറ്റ്സ് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങും എവിടെയും ഒന്നും എത്തിച്ചേരില്ല. മനോവിഷമം മാത്രം ഫലം. അതുകൊണ്ട് നിങ്ങളും അവരെ പോലെ കഴിഞ്ഞത് കഴിഞ്ഞു, നടന്നത് നടന്നു, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാകും ഫലം. തന്ത്രമറിഞ്ഞതിന് നിങ്ങൾ നിൽക്കുക. ഓക്കെ.